വസ്ത്രം അലങ്കാരമായി മാറരുത്. ഇതെവിടെ നിന്ന് കിട്ടി? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولا يبدين زينتهن إلا ما ظهر منها ولا يبدين زينتهن. സഹോദരിമാരൊരിക്കലും തന്നെ അവരുടെ സൗന്ദര്യം പ്രകടിപ്പിക്കരുത്. സൗന്ദര്യം പ്രകടിപ്പിച്ചുകൊണ്ടാവരുത് പുറത്തേക്ക് ഇറങ്ങി നടക്കുന്നത്. ഈ വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് യശ്മലു സിയാബ ളാഹിറ ഇദാ കാനത് മുസയ്യന തൽഫിതു അൻളാറ റിജാലി ഇലൈഹ. വസ്ത്രം തന്നെ വർണ്ണശബളമായതും അലങ്കാരമുള്ള വസ്ത്രങ്ങളാണെങ്കിൽ അത് അവളുടെ ഭംഗി മറ്റുള്ളവർക്ക് വെളിവാക്കി കൊടുക്കുന്നത് തന്നെയാണല്ലോ. ഈ ആയത്തിന്റെ പ്രത്യക്ഷമായ അർത്ഥം അതാണ്. അതുമാത്രമല്ല, വഖർന ഫീ ബുയൂതികുന്ന വലാ തബർറുജ്ന തബർറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. സഹോദരിമാർ അവരവരുടെ വീടുകളിൽ അച്ചടക്കത്തോടെ സ്വന്തം വീട്ടുകാര്യങ്ങളെ നിയന്ത്രിക്കേണ്ടവരും മക്കളുടെ തർബിയത്ത് ചെയ്യേണ്ടവരുമാണ്. ഇസ്ലാം വരുന്നതിന്റെ മുമ്പ് അവർ പുറത്തിറങ്ങി നടന്നിരുന്നത് പോലെ, അലങ്കാരം കാണിച്ചിരുന്നത് പോലെ ഇനി ഒരിക്കലും ചെയ്യരുതേ എന്ന് സൂറത്തുൽ അഹ്സാബിലൂടെ അല്ലാഹു പറയുന്ന ആയത്തും ഭംഗി വെളിവാക്കരുത് എന്ന ആശയം, വസ്ത്രം ഭംഗിയുള്ളതായി അലങ്കാരമുള്ളതായി അട്രാക്ഷൻ ഉള്ളതായി കൂടാ എന്ന ഒരാശയം അതിനുണ്ട് എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ. ഇസ്ലാം പുറത്തിറങ്ങി നടക്കൽ, തബറുജ് എന്ന് പറയുന്നത് അലങ്കാരം, മറ്റുള്ളവർ എന്നെ നോക്കണം എന്ന ചിന്തയിൽ നടക്കുന്ന നടത്തം, അത് അലങ്കാരം വെളിവാക്കുന്ന നടത്തമാണ്. അതുകൊണ്ട് അവരുടെ വസ്ത്രം അല്ലാ തകൂന സീനതൻ ഫീ നഫ്സിഹാ. സഹോദരിമാർ ധരിക്കുന്ന വസ്ത്രം അവർ പെണ്ണുങ്ങൾക്കിടയിൽ ഇരിക്കുമ്പോഴല്ല, സ്ത്രീകൾ മാത്രമുള്ളൊരു ഫംഗ്ഷൻ, അവർക്ക് റാഹത്തുള്ള വസ്ത്രമാവാം, അവർക്ക് ന്യായമായ വസ്ത്രം, അവർ അലങ്കാരം സ്വീകരിക്കുന്നതിനൊരു വിരോധവുമില്ല. അന്യ പുരുഷന്മാരുമായി ഇടപഴകുന്നിടത്താണ് നമ്മുടെ ചർച്ച മുഴുവൻ നടക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ബൈഅത്ത് സ്വീകരിച്ചപ്പോൾ സ്വഹാബിമാരും സ്വഹാബിയത്തുകളും ഹബീബായ നബി തങ്ങൾക്ക് ബൈഅത്ത് ചെയ്യാൻ വേണ്ടി വന്നപ്പോ വ്യഭിചാരം ചെയ്യരുത്, മദ്യപാനം, അതുപോലെ മോഷണം, ശിർക്ക് പോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിലാണ് നിങ്ങൾ പുറത്തിറങ്ങി അനാവശ്യമായി പുറത്തിറങ്ങി നടക്കരുത് പെണ്ണുങ്ങളെ എന്ന് സഹോദരിമാരോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്. ഹദീസുണ്ട്, ജാഅത് ഉമൈമ ബിൻതു റുഖൈഖ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹദിയായ ഉമൈമ ബിൻതു റുഖൈഖ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് വരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തുബായിഉ, അല്ലാഹുവിന്റെ റസൂലിനോട് ബൈഅത്ത് ചെയ്യാൻ വന്നതാണ്. ഒരു പെണ്ണിനെയും നബി തങ്ങൾ ബൈഅത്ത് ചെയ്തുകൊണ്ട് തൊട്ടിട്ടില്ല എന്ന് സാന്ദർഭികമായി മനസ്സിലാക്കണം. ആണുങ്ങൾക്ക് ബൈഅത്തുണ്ട് കയ്യിൽ പിടിച്ചിട്ട്, പക്ഷേ ഒരു പെണ്ണിനെയും ഒരു പുരുഷൻ അന്യയായ ഒരു പെണ്ണിനെ ബൈഅത്ത് ചെയ്തുകൊണ്ടോ അല്ലാതെയോ സ്പർശം പാടുള്ളതല്ല. നബി തങ്ങൾ അങ്ങനെ ചെയ്തിട്ടുമില്ല. നബി തങ്ങളുടെ മുമ്പിൽ നിന്ന് അവർ വന്ന് പറയുകയാണ് ചെയ്യുക. നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങളോട് ഞാൻ ബൈഅത്ത് സ്വീകരിക്കുന്നു, ഉബായിഉകി അലാ അല്ലാ തുശ്രികി ബില്ലാഹി ഷൈആ. നിങ്ങൾ ശിർക്ക് ചെയ്യരുത്, ബഹുദൈവ ആരാധനയിലേക്ക് പോകരുത്. വലാ തസ്രിഖി, നിങ്ങൾ മോഷണം ചെയ്യരുത്. വലാ തസിനി, നിങ്ങൾ വ്യഭിചരിക്കരുത്. വലാ തഖ്തുലി വലദകി, നിങ്ങളുടെ കുഞ്ഞിനെ കൊന്നുകളയരുത്, അബോർഷൻ ചെയ്തു കളയരുത്, അനാവശ്യമായ. വലാ തഅതി ബിബുഹ്താനിൻ തഫ്തരീനഹു ബൈന യദൈകി വറിജ്ലൈകി, നിങ്ങൾ നുണപ്രചരണങ്ങൾ ഉണ്ടാക്കരുത്. വലാ തനൂഹി വലാ തതബറജി തബറജൽ ജാഹിലിയ്യത്തിൽ ഊലാ. ഇസ്ലാം വരുന്നതിന്റെ മുമ്പ് നിങ്ങൾ വസ്ത്രങ്ങൾ അലങ്കാരം പിടിപ്പിച്ചുകൊണ്ടും ജനങ്ങളുടെ മുമ്പിൽ ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ടും നടന്നിട്ടുണ്ട്. അതുപോലെയുള്ള ഒരു സൗന്ദര്യം പ്രകടിപ്പിക്കുന്ന നടത്തം പെണ്ണുങ്ങളെ, മുസ്ലിമീങ്ങളായ പെണ്ണുങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണേ, നിങ്ങളത് ചെയ്യരുതേ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമൈമ ബിൻതു റുഖൈഖ റളിയല്ലാഹു അൻഹയെ ആ ബീവിയോട് ബൈഅത്ത് ചെയ്യുന്ന സമയം നബി തങ്ങൾ പറഞ്ഞത്, മഹാഗുരുതരമായ തെറ്റുകളെ പറഞ്ഞതിന്റെ ശേഷം പുറത്തിറങ്ങി നടക്കുമ്പോൾ നിങ്ങൾ അലങ്കാരം സ്വീകരിക്കരുതേ എന്നവരോട് പറഞ്ഞത് ഇത് എത്ര ഗൗരവമുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. മൂന്നാമത്തേത്, അയ്യകൂന സഫീഖൻ ലാ യശിഫു
ശരീരത്തിലേക്ക് ഒട്ടിപ്പിടിച്ചു നിൽക്കുന്ന നേർത്ത വസ്ത്രമാവരുത് തൊലി നിറം കാണുന്നത്. ശരീരത്തിന്റെ നിറം കാണുന്ന വസ്ത്രമാവരുത്, പിന്നെയോ അത് കട്ടിയുള്ള വസ്ത്രമാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ, സയകൂനു ഫീ ആഖിരി ഉമ്മത്തി നിസാഉൻ കാസിയാതുൻ ആരിയാതുൻ, എന്റെ ഉമ്മത്തിൽ വസ്ത്രം ധരിച്ചു എന്നാൽ വസ്ത്രമില്ല എന്ന് പറയേണ്ടി വരുന്ന പെണ്ണുങ്ങൾ വരാനുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിനെ മഹാനായ അല്ലാമ ഇബ്നു അബ്ദുൽ ബർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, നബി തങ്ങൾ ഉദ്ദേശിക്കുന്ന പെണ്ണുങ്ങൾ ആരെന്നറിയുമോ? അറാദ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസാഅൽ ലവാതി യൽബിസ്ന മിന തിയാബി ശൈഅൽ ഖഫീഫ, വളരെ നേർത്തത്, തൊലിയുടെ നിറം കാണുന്ന വസ്ത്രം, തൊലിയോട് ചേർന്ന് നിൽക്കുന്നത്. യസിഫു വലാ യസ്തുറു, ശരീരത്തിന്റെ വസ്ത്രവണ്ണവും ശരീരത്തിന്റെ നിറവും കാണുന്ന വസ്ത്രം. ഫഹുന്ന കാസിയാതും ബിൽ ഇസ്മി, പേരുകൊണ്ടവർക്ക് വസ്ത്രമുണ്ട്. ആരിയാതും ഫിൽ ഹഖീഖ, യഥാർത്ഥത്തിൽ അവർക്ക് വസ്ത്രമില്ലല്ലോ. നോക്കണം, ഗ്ലോബലൈസേഷൻ ലോകത്ത് നടന്നു കഴിഞ്ഞപ്പോ ഇസ്ലാമിക ലോകത്ത് അച്ചടക്കത്തോടെ നടക്കുന്ന പെൺകുട്ടികളെ, നമ്മുടെ സഹോദരിമാരെ മറ്റു പെണ്ണുങ്ങളെ പോലെ കച്ചവട ചരക്കുകളാവണം എന്ന ദുഷ്ടലാക്കോടുകൂടെ ഈ ഉമ്മത്തിന്റെ മസ്തിഷ്കങ്ങളിലേക്ക് വിഷം കുത്തിവെച്ച ഓറിയന്റലിസ്റ്റുകൾ നമ്മുടെ നാടുകളിൽ കാണുന്ന ഇന്നത്തെ ദുരവസ്ഥക്ക് ഒരു പരിധിവരെ കാരണമായിട്ടുണ്ട്. ഈ വസ്ത്രവിധാനങ്ങൾ ശരീരം മറഞ്ഞാൽ പോരെ, ശരീരം മറഞ്ഞാൽ മാത്രം മതിയോ? ശരീരത്തിന്റെ വണ്ണവും ശരീരത്തിന്റെ നിറവും കാണുന്ന വസ്ത്രമാവരുത് എന്നത് വസ്ത്രവിധാനത്തിൽ നിർബന്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈജിപ്തിൽ നിന്ന് കുറച്ച് വസ്ത്രങ്ങൾ കിട്ടിയ ഒരു നേരം, ഉതിയൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖബാതുയിൻ, മഹാനായ ദിഹ്യത്തുൽ കൽബി റളിയല്ലാഹു അൻഹു പറയുന്നു, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഏതൊരു മഹാനായ സ്വഹാബിയുടെ രൂപത്തിലായിരുന്നോ വഹീവായി വന്നിരുന്നത്, ആ സ്വഹാബിയാണ് ദിഹ്യത്തുൽ കൽബി റളിയല്ലാഹു അൻഹു. ദിഹ്യ റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന ഒരു സദസ്സ്, അല്ലാഹുവിന്റെ റസൂലിന് ഈജിപ്തിൽ നിന്നും വളരെ മനോഹരമായ വസ്ത്രങ്ങൾ കൊണ്ടുകൊടുത്തിരിക്കുന്നു. ഫഅഅതാനി ഖുബ്തിയ, ഇവിടെ സൗണ്ട് എക്കോ ഉണ്ടെങ്കിൽ ഉള്ളിൽ നിന്ന് എക്കോ വേണ്ട. ഫഅഅതാനി ഖുബ്തിയ, എനിക്ക് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വസ്ത്രം തന്നു, ഈജിപ്തിൽ നിന്നുണ്ടാക്കുന്ന വസ്ത്രം, നേർത്ത വസ്ത്രമായിരുന്നു അത്. എന്നിട്ട് പറഞ്ഞു, ഇസ്ദഅഹാ സുദഈൻ, ദിഹ്യത്തുൽ കൽബി, നിങ്ങൾ അത് രണ്ട് വസ്ത്രമായി, രണ്ട് കീറാക്കി നിങ്ങൾ രണ്ട് ശീലയാക്കി എടുത്തോളൂ. ഫഖ്ത അഹദഹുമാ ഖമീസ, ഒന്ന് നിങ്ങൾ ഖമീസായിട്ട് ധരിച്ചോളൂ, മറ്റേത് വഅഅതുൽ ആഖറ ഇംറഅതക, നിങ്ങളുടെ പെണ്ണിന് കൊടുത്തോളൂ, തഖ്തമിറു ബിഹി, അവർക്ക് മുഖമക്കനയായി അണിയാൻ പറ്റുമെന്ന് നബി തങ്ങൾ പറഞ്ഞ് ആ വസ്ത്രം ഏൽപ്പിച്ചു പോയപ്പോ ഫലമ്മ അദ്ബറ, മഹാനായ ദിഹ്യ റളിയല്ലാഹു അൻഹു പോവുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു കൊടുത്തു, വഅ്മുർ ഇംറഅതക അൻ തജഅല തഹ്തഹു സൗബൻ ലാ യസിഫുഹാ, ഇത് കട്ടിയില്ലാത്ത വസ്ത്രമാണ്, അത് മുഖമക്കനയായി അണിഞ്ഞാൽ മുടിയുടെ നിറം കാണും, നെറ്റി കാണും. അതുകൊണ്ട് ദിഹ്യ, നിങ്ങളുടെ ഭാര്യയോട് ആ വസ്ത്രം ധരിക്കുന്നതിൻ്റെ ഉള്ളിൽ തടിയുടെ ശരീരത്തിന്റെ നിറം കാണാത്ത മറ്റൊരു വസ്ത്രം ധരിക്കാൻ പറയണേ, അതിന്റെ മീത ധരിച്ചാൽ മതിയെന്ന് മുത്തനബി തങ്ങൾ പ്രത്യേകം ഉപദേശിച്ചു കൊടുത്ത ഹദീസ് മഹാനായ അബൂ ദാവൂദ് റഹിമഹുല്ലാ സുനനിൽ കൊണ്ടുവന്നിട്ടുണ്ട്, ഇമാം ബൈഹഖി തങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, പ്രഗത്ഭരായ മറ്റു പണ്ഡിതന്മാർ, ഇമാമുൽ മുൻദിരി, ഒരുപാട് പണ്ഡിതന്മാർ. ഉമ്മു അൽഖമ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, റഅയ്തു ഹഫ്സ ബിൻത് അബ്ദുർറഹ്മാൻ ബിൻ അബീ ബക്കർ, മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഹഫ്സ ബിൻത് അബ്ദുർറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മോളാണ് ഈ ഹഫ്സ എന്ന് പറയുന്നവർ. ഉമർ റളിയല്ലാഹു അൻഹുവിന് ഹഫ്സ എന്ന മോളുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യയായ ഉമ്മുൽ മുഅ്മിനീൻ ഹഫ്സ ബിൻത് ഉമർ റളിയല്ലാഹു അൻഹ അവരല്ല ഇത് സിദ്ദീഖ് തങ്ങളുടെ മകൻ അബ്ദുർറഹ്മാൻ തങ്ങളുടെ മകള് ഹഫ്സ ബീവി, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായ നമ്മുടെ ഉമ്മയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അരികത്തേക്ക് വരുന്നു. ബീവി റളിയല്ലാഹു അൻഹയുടെ അരികത്തേക്ക് വരുമ്പോ ഹഫ്സ ബീവി ധരിച്ച വസ്ത്രം വഅലൈഹാ ഖിമാറുൻ റഖീഖുൻ യശിഫു അൻ ജബീനിഹാ, നെറ്റിയുടെ നിറം, മുഖത്തിന്റെ നിറം
കാണുന്ന ഒരു വസ്ത്രമാണ് ആ മഹദി ധരിച്ചിട്ടുള്ളത്. ഫശഖ്ഖതുഹു ആയിഷ റളിയല്ലാഹു അൻഹാ അലൈഹാ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് സംസാരിച്ചു. അമാ തഅലമീൻ, ഹഫ്സ നിങ്ങൾക്കറിയില്ലയോ, മാ അൻസലല്ലാഹു ഫീ സൂറത്തിൻ നൂർ, സൂറത്തുൻ നൂറിൽ അല്ലാഹു പറഞ്ഞത് എന്തേന്ന് പറഞ്ഞില്ലേ? ثم دعت بخمار فكستها, ശരീരത്തിന്റെ നിറം പോലും മറക്കുന്ന ഒരു വസ്ത്രം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കൊണ്ടുവരാൻ പറയുകയും ഹഫ്സ ബീവിയോട് ധരിക്കാൻ പറയുകയും ചെയ്തു എന്ന് പരിശുദ്ധ ഹദീസിലുണ്ട്. കഴിഞ്ഞില്ല. അന്നൽ മുൻദിർ ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു, അസ്മാ ബീവിയുടെ മോനാണിത്, ഇറാഖിൽ നിന്ന് വരുന്നു ഒരുപാട് സാധനങ്ങളുമായി. ബീവിയായ ഉമ്മയായ അസ്മാ ബിൻതു അബീ ബക്കർ റളിയല്ലാഹു അൻഹ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മോളാണ് അസ്മാ ബീവി. ഹബീബായ നബി തങ്ങൾക്ക് ഹിജ്റ വേളയിൽ ഭക്ഷണം കൊടുത്ത് സഹായിച്ച മഹദി അസ്മാ ബീവി റളിയല്ലാഹു അൻഹ അന്ന് 100 വയസ്സ് കഴിഞ്ഞ് കണ്ണ് കാണാത്ത അവസ്ഥയിലാണ്. ബീവി റളിയല്ലാഹു തആല അൻഹക്ക് ഒരു വസ്ത്രം കൊണ്ടുപോയി കൊടുത്തു. ബികിസ്വത്തിൻ മിൻ സിയാബി മർവിയത്തിൻ വഖൗഹിയ, മറുവിലുണ്ടാക്കുന്ന ഇറാഖിലെ, അതുപോലെ ഖൗഹിസ്ഥാൻ, അത് ഖുറാസാനിലാണ്, അവിടെ നിന്നുണ്ടാക്കുന്ന വസ്ത്രത്തിനാണ് ഖൗഹിയ വസ്ത്രം എന്ന് പറയാം. ആ വസ്ത്രം റിഖാഖിൻ ഇചാഖിൻ ബഅദമാ കുഫ ബസറുഹാ, അസ്മാ ബീവി റളിയല്ലാഹു അൻഹയുടെ കണ്ണിന് കാഴ്ചയില്ല, നേർത്ത ഒരു വസ്ത്രമാണ് കൊടുത്തത്. വളരെ കട്ടിയില്ലാത്തൊരു വസ്ത്രം. ആ വസ്ത്രം മഹദിയായ അസ്മാ റളിയല്ലാഹു തആല അൻഹ തപ്പി നോക്കുന്നു കൈകൊണ്ട്. ഫലമസത്ഹാ ബിയദിഹാ, അസ്മാ ബീവി കൈകൊണ്ട് ഇങ്ങനെ തടവി നോക്കിയിട്ട് പറഞ്ഞു, ഉഫിൻ റുദ്ദു അലൈഹി കിസ്വതഹ, ഉഫിൻ, ഛേ എന്തൊരു വസ്ത്രമാണിത്, മുന്തിറേ നീ കൊണ്ടുവന്ന വസ്ത്രം എന്തൊരു വസ്ത്രമാണ്, ഇതെനിക്ക് വേണ്ട, ഇത് കൊടുത്തോളൂ, എനിക്ക് വേണ്ട, ഇത് കട്ടിയില്ലാത്ത നേർത്ത വസ്ത്രമല്ലേ, ഒരു പെണ്ണെങ്ങനെയാണ് ഇത് ധരിക്കുക എന്ന് 100 വയസ്സ് കഴിഞ്ഞ അസ്മാ ബീവി റളിയല്ലാഹു അൻഹ ആ വസ്ത്രം സ്വീകരിക്കാൻ തയ്യാറായില്ല. അപ്പോഴാണ് മോൻ പറഞ്ഞത്, യാ ഉമ്മ ഇന്നഹു ലാ യശിഫു, ഉമ്മ ഈ വസ്ത്രം കട്ടിയില്ലാത്തതാണ്, പക്ഷേ കട്ടിയില്ല എന്ന് വിചാരിച്ച് നിങ്ങളുടെ തൊലി നിറം കാണുന്നില്ലല്ലോ. അത് പറഞ്ഞപ്പോ ബീവി കൊടുത്ത മറുപടിയുണ്ട്, ഇന്നഹാ ഇല്ലം തശിഫ് ഫഇന്നഹാ തസിഫു, അത് ശരീരത്തിന്റെ നിറം കാണിച്ചില്ലെങ്കിലും ശരീരത്തിന്റെ തൊലിയോട് ചേർന്ന് നിൽക്കുന്ന വസ്ത്രമായതിന്റെ പേരിൽ അത് ശരീരത്തിന്റെ വണ്ണവും വലുപ്പവും ശരീരത്തിന്റെ അളവും എടുത്തു കാണിക്കുന്നതായിരിക്കും മോനെ, അതുകൊണ്ട് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് അസ്മാ റളിയല്ലാഹു തആല അൻഹ അത് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ സംഭവം മഹാനായ അല്ലാമ ഇബ്നു സഅദ് കൊണ്ടുവന്നിട്ടുണ്ട് റഹ്മത്തുള്ളാഹി അലൈഹി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കസന്നാസൽ ഖുബാത്തി, ജനങ്ങൾക്ക് മുഴുവൻ മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ഖുബിച്ചി വസ്ത്രം, ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നേർത്ത വസ്ത്രം എല്ലാവർക്കും ഓരോരോ പീസ് വിതരണം ചെയ്യുന്നു. ثم قال, എന്നിട്ട് പറഞ്ഞു, വലാ തദ്റഉഹാ നിസാഉകും, പെണ്ണുങ്ങളോട് പറയണം ഇത് പെണ്ണുങ്ങൾ അവരുടെ ദേഹത്തണിയാൻ ഉപയോഗിക്കരുതേ എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? അത് നേർത്ത വസ്ത്രമാണ്. ശരീരത്തോട് ചേർന്ന് പിടിക്കുമ്പോൾ പെണ്ണുങ്ങളും പുരുഷന്മാരെയും അള്ളാഹു പരസ്പരം ആകർഷിക്കുന്ന വിധത്തിലാണ് അള്ളാഹു സംവിധാനിച്ചത്. സ്വാഭാവികമാണ്. എത്ര പ്രായമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരീരത്തിൽ ആരോഗ്യമുള്ള കാലം, ആരോഗ്യം കഴിഞ്ഞാലും കണ്ണുകൊണ്ടോ അല്ലെങ്കിൽ നോട്ടം കൊണ്ടോ ചിന്ത കൊണ്ടോ ഒരു അന്യ പെണ്ണിനെ ആസ്വദിക്കുന്നത് അള്ളാഹു വിലക്കിയിട്ടുണ്ടല്ലോ. ഒരു സഹോദരൻ ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ ഖദ് അൽബസ്തുഹാ ഇംറഅതി, ഞാൻ എൻ്റെ പെണ്ണിന് ആ വസ്ത്രം കൊടുത്തിരുന്നു. ഉമർന്നവരെ, എൻ്റെ ഭാര്യ അത് വീട്ടിൽ ധരിച്ചു. അവർ പോകുമ്പോഴും വരുമ്പോഴും ഞാൻ നോക്കി, ഫലം അറഹു യശിഫു, നോക്കുമ്പോൾ അതിൻ്റെ തൊലി നിറമൊന്നും കാണുന്നില്ല. ഉമർന്നവരെ, എൻ്റെ പെണ്ണ് ധരിക്കുന്നുണ്ട് വീട്ടിൽ. ഫഖാല, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ലം യശിഫ് ഫഇന്നഹു യസിഫു, അത് ശരീരത്തിന്റെ തൊലി നിറം കണ്ടില്ലെങ്കിൽ എന്താ, ശരീരത്തോട് ഒട്ടിപ്പിടിച്ച വസ്ത്രമായതിന്റെ പേരിൽ അത് ശരീരത്തിന്റെ വണ്ണം വലുപ്പം എടുത്തു കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് പുറത്തിറങ്ങി നടക്കുമ്പോൾ അവളോട് അത് ധരിക്കരുത് എന്ന് പറയണമെന്ന് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. എന്താണ് ഖിമാർ എന്ന് പറയുന്ന വസ്ത്രം? മുഖമക്കന എന്ന് നമ്മൾ പറയുന്നത് മാ വാറൽ ബിശ്റത വശഅർ, തലമുടിയും തൊലിയും ഒരുപോലെ മറക്കുന്നതായിരിക്കണം നമ്മുടെ സഹോദരിമാർ ധരിക്കുന്ന വസ്ത്രം. മഹാനായ അല്ലാമ ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി, നമ്മുടെ മദ്ഹബിന്റെ ഇമാമിയങ്ങളിൽ പ്രബലനായ
തുഹ്ഫ പോലെയുള്ള പ്രാമാണികമായ ഗ്രന്ഥങ്ങൾ ലോകത്തിന് സമ്മാനിച്ച മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി ശാഫിഈ മദ്ഹബിൽ മസ്അലകൾ എടുക്കുന്നത് പോലും മഹാനായ ഇബ്നു ഹജർ തങ്ങളുടേതാണ്. ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളുടെ കിതാബുണ്ട് അസ്സവാജിർ. മഹാനവറുകൾ പ്രത്യേകം ഒരു ബാബ് വെച്ചിട്ടുണ്ട്, ലബ്സുൽ മർഅതി തൗബൻ റഖീഖൻ യസിഫു ബശറതഹാ വഅന്നഹു മിനൽ കബായിർ. മഹാനായ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ ഒരു പെണ്ണങ്ങാനും അവളുടെ ശരീരത്തിന്റെ നിറം കാണുന്ന വസ്ത്രം, ഇപ്പൊ ഹാഫ് സ്ലീവാണ്, താഴ്ഭാഗത്ത് നെറ്റ് പോലെയുള്ളത്, അവളുടെ തൊലിയുടെ നിറം കാണുന്നുണ്ട്, അല്ലെങ്കിൽ ദേഹത്തേക്ക് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന വസ്ത്രമാണ്, അങ്ങനെ നടന്ന് ഒരു പെണ്ണ് അന്യപുരുഷന്മാർ കാണുന്നിടത്തേക്ക് നടക്കുന്നത് മിനൽ കബായിരി, വൻപാപങ്ങളിൽ പെട്ടതാണ് എന്ന് മഹാനായ അല്ലാമ ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അതിന് തെളിവ് പറഞ്ഞത് വസ്തദല്ല ബിഹദീസി ശിംഫാനി മിൻ അഹ്ലിൻ നാരി ലം മറഹുമാ, നരകത്തിലേക്ക് പോകുന്ന രണ്ട് വിഭാഗം ഞാൻ അവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ നേരത്തെ നമ്മൾ ഉദ്ധരിച്ച ഹദീസ് അതിന് തെളിവാണ്. മഹാനായ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ പറഞ്ഞു, വദകറ ഹാദാ മിനൽ കബായിരി وذكر هذا من الكبائر ظاهر لما فيه من الوعيد الشديد لم أر من صرح بذلك إلا أنه معلوم بالأولى مما مر في تشبههن بالرجال. ഇബ്നു ഹജർ ഹൈതമി തങ്ങളതിനെ തെളിവ് പറയുന്നത്, ഒരു പണ്ഡിതനും ഒരു പെണ്ണ് നേർത്ത ശരീരത്തിന്റെ തൊലി നിറം കാണുന്നതോ ശരീരത്തിൽ ഒട്ടിപ്പിടിച്ച വസ്ത്രമോ ഇട്ട് നടക്കുന്നത് വൻപാപമാണെന്ന് ഒരു മഹാനായ പണ്ഡിതനും തുറന്നു പറയാതിരുന്നത് അതത്രക്ക് വ്യക്തമാണല്ലോ എന്നതിൻ്റെ പേരിലാണ്. കാരണം പുരുഷന്മാരോട് തുല്യമായ വസ്ത്രം, പുരുഷന്മാർ ധരിക്കുന്ന വസ്ത്രം ഒരു പെണ്ണ് ധരിക്കുന്നത് അവൾ ശപിക്കപ്പെട്ടവളാണ്, ഒരു പെണ്ണിന്റെ വസ്ത്രം ആണ് ധരിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന ആ തത്വത്തെക്കാളും ഗൗരവമുള്ളതാണല്ലോ. അതിൻ്റെ പേരിൽ ഈ വിഷയം ഖബായിറിൽ വൻപാപങ്ങളിൽ പെട്ടതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് നമ്മുടെ മദ്ഹബിലെ പ്രഗൽഭനായ പണ്ഡിതൻ മഹാനായ അല്ലാമ ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ 12 വർഷത്തെ ദീനി വിദ്യാഭ്യാസ പഠനം കഴിഞ്ഞ് സമൂഹത്തിൻ്റെ സേവനത്തിൽ വ്യാപൃതരായ ഹുദവി പണ്ഡിതന്മാരുടെ കൂട്ടായ്മയാണ് ഹാദിയ, ഹുദവീസ് അസോസിയേഷൻ ഫോർ ഡിവോട്ടഡ് ഇസ്ലാമിക് ആക്ടിവിറ്റീസ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഇപ്പോഴത്തെ ദയനീയമായ ശോചനീയമായ അവസ്ഥ നമ്മളെല്ലാവർക്കും അറിയാം. കേരളീയ മുസ്ലിമീങ്ങളായ നമ്മൾ ദീനിൻ്റെ അറിവ് വളരെ ചെറുപ്പത്തിലേ കൈപ്പറ്റിയവരാണ്. എന്നാൽ പ്രായമായി 60, 70, 80 കഴിഞ്ഞിട്ട് പോലും ദീൻ എന്താണ്, അള്ളാഹു ആരാണ്, നബിതങ്ങൾ ആരാണ്, എന്താണ് ഇസ്ലാം, എന്താണ് ജീവിതം, എന്താണ് ആഖിറം, ഇതൊന്നും അറിയാതെ ജീവിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വളരെ പാവപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹാദിയയുടെ ഹുദവി പണ്ഡിതന്മാർ. 2012 ആരംഭിച്ച് 775-ലേറെ മദ്രസകൾ, അതായത് ദീനി പാഠശാലകൾ അവിടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് 8 സംസ്ഥാനങ്ങളിലായിട്ട്. ഇൻഷാ അല്ലാഹ് വരും വർഷങ്ങളിൽ നമ്മളതൊരു 1000 കവിഞ്ഞ് 1000 ഗ്രാമങ്ങളിലേക്ക് നമുക്കത് വ്യാപിപ്പിക്കണം എന്ന് അതിയായ ആഗ്രഹവും പ്രാർത്ഥനയുമുണ്ട്. എന്താണ് അറിവ്, എന്താണ് ദീന്, എന്താണ് ഭൗതികജ്ഞാനം, എന്താണ് ദീനി ജ്ഞാനം, ഇതൊന്നും അറിയാത്ത നിഷ്കളങ്കരായ പട്ടിണി പാവങ്ങളായ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ഒരു വർഷം ഒരു കുട്ടിക്ക് പഠനം ലഭിക്കാൻ ആവശ്യമായത് 500 രൂപയാണ്. അങ്ങനെ 10 കുട്ടികളെ നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ 5000 രൂപയാണ്. ഒരു മദ്രസ ഏറ്റെടുക്കാൻ ഒരു വർഷത്തേക്ക് ഒരു മദ്രസയുടെ ചെലവ് നമ്മൾ 20,000 രൂപയാണ് കാണുന്നത്. തആവുൻ എന്ന ഈ പദ്ധതിയുടെ ഭാഗമായി നിങ്ങളെല്ലാവരും ഹാദിയയുടെ ഹുദവീസ് അസോസിയേഷൻ്റെ ഈ പ്രവർത്തനങ്ങളിൽ നിങ്ങളൊക്കെ ഭാഗവാക്കുകളാകണം. 500 രൂപയെങ്കിലും കൊടുത്ത് ഒരു വർഷത്തേക്കൊരു കുട്ടിയെ സ്പോൺസർ ചെയ്യാൻ കഴിയാത്ത ആളുകൾ കുറവായിരിക്കും. അത് എത്ര സാധിക്കുന്നുവോ അത്രക്ക് കൂടുതൽ നമുക്ക് പ്രവർത്തിക്കാൻ അവസരമുണ്ട്. അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിക്കാൻ സജ്ജരായ നല്ലൊരു പണ്ഡിതരുടെ
നിര തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. സാമ്പത്തികമായ സഹായമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് കേരളത്തിൽ സാധ്യമായതുപോലെ വളരെ വിജയകരമായ ഒരു വിദ്യാഭ്യാസ വിപ്ലവം നിങ്ങളൊക്കെ കൂടെ നിന്ന് ഇൻഷാ അല്ലാഹ് ഈ സ്ക്രീനിൽ കാണുന്ന കൃത്യമായ അഡ്രസ്സിൽ അക്കൗണ്ടിൽ നിങ്ങളുടെ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നമുക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ചെയ്യാൻ കഴിയും എന്ന് കഴിഞ്ഞ വർഷങ്ങളിലെ പ്രവർത്തനങ്ങൾ കൊണ്ട് തെളിഞ്ഞിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇതൊരു വലിയ പ്രസ്ഥാനമായി വളരുകയാണ്. അതിൻ്റെ ഭാഗമാവാൻ നിങ്ങളെയൊക്കെ ഞാൻ അള്ളാഹുവിന് വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.